പലോങ്സിയം. ഇത് കാർവ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. ബെഡ് ലൈക്ക് സ്ട്രക്ചേഴ്സ് ഇൻസൈഡ്. ഇതിൻ്റെ ഉള്ളിൽ കയറി കിടക്കാവുന്ന പോലെ കാർവ് ചെയ്ത് എടുത്തിരിക്കുന്ന ഒരു സ്പേസാണ്. ഇവിടെ നിൽക്കുമ്പോൾ തന്നെ നല്ലൊരു തണുപ്പ് നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റും. ഇതിൻ്റെ പേരിൻ്റെ അർത്ഥം കിങ്സ് കേവ് എന്നാണ്. ഇതൊരു ഹിസ്റ്റോറിക് ഏജുമായിട്ട് റിലേറ്റ് ചെയ്യാവുന്നതാണ്. ഒരു രാജാവോ അല്ലെങ്കിൽ ട്രൈബൽ ചീഫോ ഒക്കെ ഇവിടെ കിടന്നിരുന്നു എന്നുള്ളതാണ് വിശ്വസിക്കപ്പെടുന്നത്. അതുകൊണ്ടാണ് ഈ ഒരു പേരും വന്നിരിക്കുന്നത്, പലോങ്സിയം. സ്പോട്ട് നമ്പർ 2 ആണ് ഷെയ്ദ് സും സീം. അത് വളരെ മനോഹരമായിട്ടുള്ള ഒരു വെള്ളച്ചാട്ടമാണ്. ഇതിലൂടെയൊക്കെ വെള്ളം ഇങ്ങനെ ഇറ്റിറ്റ് വീഴുന്നുണ്ട്. മനോഹരമായൊരു അരുവിയും നമുക്ക് ഇതിനോടൊപ്പം തന്നെ കാണാവുന്നതാണ്. ഗുണ കേവിൻ്റെ അകത്തൂടെ പോകുന്നത് പോലെ നമുക്കൊരല്പം പേടി തോന്നിയേക്കാം. വെളിച്ചത്തിൻ്റെ അഭാവം കാരണം ഒരല്പം ഇരുണ്ടതായിട്ട് നമുക്ക് ഫീൽ ചെയ്തേക്കാം. നല്ല മനോഹരമായ അരുവികളാണ് ഇവിടുത്തെ പ്രത്യേകത. അതായത് വളരെ സ്പാർക്ക്ലിംഗ് വാട്ടറാണ്. നമുക്ക് മുകളിൽ നിന്ന് നോക്കിയാൽ തന്നെ അടുത്തിട്ട് കാണാവുന്ന പോലത്തെ അരുവികളാണ് ഈ ഷില്ലോങ്ങിൻ്റെയും ചിറാപ്പുഞ്ചിയുടെയും ഒക്കെ പ്രത്യേകത. ഈ ഓരോ പൊട്ടുകളിൽ കൂടെ വെള്ളം ഒഴുകി വരുന്നത് വീടുകളിൽ കാണാൻ തന്നെ ഒരു പ്രത്യേക ഭംഗിയാണ്. മനോഹരമായിട്ട് ഈ പ്രദേശം അവർ സൂക്ഷിച്ചിരിക്കുന്നു എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത്. മനോഹരമായ കുഞ്ഞു കുഞ്ഞു പാലങ്ങൾ, കുഞ്ഞരുവികൾ. രാജാക്കന്മാരും മൂപ്പന്മാരുമൊക്കെ ഇവിടെ വന്ന് മെഡിറ്റേറ്റ് ചെയ്യാൻ ഇരുന്നില്ലെങ്കിലേ അത്ഭുതമുള്ളൂ. കാര്യം ഇത്രയ്ക്കും ഭംഗിയുള്ള പ്രദേശങ്ങളിൽ ആർക്കും ഒന്ന് മെഡിറ്റേറ്റ് ചെയ്യാൻ തോന്നും. നമുക്കും കുറച്ച് സമയം ഇവിടെ വിശ്രമിച്ചിട്ട് പോകാം.